സ്റ്റിയറിംഗ് വളരെ പ്രത്യേകതയുള്ള ഹുണ്ടായിന്റെ ഏത് വണ്ടിക്ക് ഇപ്പം കാണുന്നില്ല, വെർണക്ക് ഉണ്ട് തോന്നുന്നു. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചെങ്കിൽ നമ്മള് ബാക്ക് റിയർ സൈഡ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഏറ്റവും പുതിയ വെന്യൂ ആണ്. ഈ ഒരു വെന്യൂ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസർ ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ ഒരു ചെറിയൊരു യൂസർ റിവ്യൂ. ഇപ്പോൾ അടിമുടി മാറ്റങ്ങളായിട്ടാണ് പുതിയ വെന്യൂ വന്നിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതയുള്ള 9.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വെന്യൂ. നമുക്ക് യൂസറെ പരിചയപ്പെടാം. ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരു മാസമായിട്ട് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ പേര് സമീർ, ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വെന്യൂ എടുത്തിട്ട് 1 മന്തായി. പുതിയ വെന്യൂ ആണ് ഇറങ്ങിയത്. അത് ലുക്ക് ബേസ് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് വെന്യൂയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ ലുക്കും, പിന്നെ അതേപോലെ ഇതിൻ്റെ എൻജിനും മാരുതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള എഞ്ചിനാണ് ഇതിൻ്റെ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി ഡീസൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മൈലേജ്. ഇത് ഡീസൽ ഏത് വേരിയന്റ് വരുന്നത്? ഞാൻ ബേസ് മോഡലാണ് എടുത്തത്. ഇതിൽ ഏകദേശം എല്ലാം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം വരുന്നുണ്ട്. ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചാലോ? ശരി. 1 മാസത്തിന്റെ ഇടയ്ക്കുള്ള ചെറിയൊരു യൂസർ റിവ്യൂ ആണ് നമ്മൾ വ്യൂവേഴ്സിനോട് പറയുന്നത്, അല്ലേ? ബ്രോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറെ വർഷമായിട്ട് ബലേനോ ഉപയോഗിച്ചുകൊണ്ടുണ്ടായത്. ഇപ്പം ബ്രോ വേറെ ക്രെറ്റൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിനോന്നല്ല, അല്ലേ? ഞാൻ ക്രെറ്റ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ താറ് എന്റെ കയ്യിലുണ്ടായിന്. വണ്ടി ഉപയോഗിച്ചതാണ്. അപ്പൊ എനിക്ക് ഡീസൽ വണ്ടീനോട് ഒരു ക്രൈസ് തോന്നി. ഡീസൽ ആകുമ്പോൾ നമുക്ക് പിന്നെ പെട്രോളിനോടൊരു താല്പര്യം കുറയും. കാരണം ടോർക്ക് നമുക്ക് ഹൈ കിട്ടുന്നത് ഡീസലാണ്. അങ്ങനെയാണ് ഞാൻ ക്രൈസി ഡ്രൈവ് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിട്ട് പറ്റുന്നത്. അതെ. ടോർക്കാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓവർടേക്കെല്ലാം ചെയ്യുമ്പോൾ ഒരു നല്ലൊരു വലിഞ്ഞ് കയറ്റം കിട്ടുന്നുണ്ട്. പിന്നെ മൈലേജും കിട്ടുന്നുണ്ട്. കുറച്ച് മെയിൻ്റെനൻസ് കുറച്ച് ഹൈ ആണ് പെട്രോൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നാലും ഡീസലിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. പിന്നെ ക്രെറ്റ എടുക്കേണ്ട താല്പര്യത്തിലാണ് ഞാൻ ഷോറൂമിൽ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വെന്യൂ കണ്ട്. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ചാൽ ഏകദേശം 3 ലാഖിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വെന്യൂ കാണാനൊരു ലുക്ക് ഉണ്ട്. അങ്ങനെയാണ് വെന്യൂയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യും. വെന്യൂ കിട്ടില്ല ലുക്കാണ്. പുതിയ വെന്യൂ ഒരു വേറെ ഒരു ലുക്കാണ്. പിന്നെ എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് മാത്രമല്ല വെന്യൂവിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ക്രെറ്റയിൽ നിന്ന് മാറിയിട്ട് വെന്യൂയിലേക്ക് എത്തിയല്ലേ? അതെ. ടാറ്റന്റെ വണ്ടി അങ്ങനെ സെയിം എഞ്ചിനാണ് വരുന്നത്. ക്രെറ്റക്കും ഇതിന്റെ ഡീസൽ എഞ്ചിൻ സെയിം ആണ് വരുന്നത്. അതെ. കുറച്ച് വലിപ്പം കൂടുതൽ, വീൽ ബേസ് കൂടുതലുണ്ട് ക്രെറ്റക്ക്. ഇതിന് പെട്രോൾ ഡീസലിന്റെ എല്ലാം വില ഭയങ്കരമായിട്ട് വരുന്നല്ലേ? അതെ. ഇപ്പം ഇനിയിപ്പം എത്ര മൈലേജ് ഇപ്പം ഇതിനിപ്പോ കാണിക്കുന്നത്? ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പൊ ഒരു 16 വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. 1000 സർവീസ് 1500. 16 ഇപ്പം കാണിക്കുന്നുണ്ട് നമ്മളതിന്, അല്ലേ? പിന്നെ ഹൈവേകളിൽ ഒരു 19-20 അടുത്ത് കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് എല്ലാം ആകുമ്പോൾ കിട്ടും. ഇപ്പം ഇന്നലെ മംഗലാരാൻ്റെ പോയിട്ടുണ്ടായില്ല ഞാൻ വിളിക്കുന്ന സമയത്ത്. അതെ. അപ്പൊ എനിക്കൊരു 19.5 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഡീസൽ കോസ്റ്റ് കുറഞ്ഞ് കിട്ടും, മൈലേജ് കൂടുതൽ കിട്ടുമ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് വേണ്ടത്. അതെ. എല്ലാവരും EV-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. EV ഒന്നും നോക്കിയിട്ടില്ല ബ്രോ. EV എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് കുറച്ച് ഹൈ ആണെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ നമ്മുടെ ഓട്ടോ അങ്ങനെ കുറവാണ്. ഞാൻ ഗൾഫിൽ ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഡെയിലി ഒരു 60 കിലോമീറ്റർ ഓടുന്നവർക്ക് മാത്രമേ EV ബെറ്റർ ആയിട്ട് നമുക്ക് EV കൊണ്ട് ലാഭമുള്ളൂ. നമുക്ക് EV എടുക്കുമ്പോൾ നല്ലൊരു പൈസ കൊടുക്കുന്നുണ്ട്. ബ്രോക്ക് ഇനിയിപ്പം ഓൺ റോഡ് എത്ര പ്രൈസ് ആയി? ഇത് ഡീസൽ ആയതുകൊണ്ട് എനിക്ക് ബേസ് മോഡലിന് 11.85 ആയിട്ടുള്ളത്. പെട്രോളിന് എനിക്ക് 9.5 ലക്ഷത്തിൽ കിട്ടുന്നുണ്ട്. പെട്രോളിന് 2 ലക്ഷം രൂപ കുറവാണ്. പക്ഷേ വെന്യൂ ഡീസൽ ബേസ് വേരിയന്റ് ആണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കാരണം നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ പെട്രോളിനെ അപേക്ഷിച്ചിട്ട് ഡീസലിന് വില കുറവാണ്. 91 ലിറ്ററിനുള്ളൂ. പിന്നെ എന്തൊക്കെ ബ്രോ നെഗറ്റീവ് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പം ചെറിയൊരു സമയത്തിന്റെ ഇടക്കാണെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. 1 മാസം ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ബ്രോക്ക് ഇപ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഈ വണ്ടിയുടെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിൽ കിട്ടിയിരുന്നു ഇത് വാങ്ങുമ്പോൾ തന്നെ? ഇത് വാങ്ങുമ്പോൾ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അതെ കിട്ടി. അതിന്റെ ഈ ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ലോങ് ടൈപ്പ് ആണ് കിട്ടിയത്. നമ്മളെ ആപ്പിൾ ഒരു സ്പോർട്സ് മോഡൽ വണ്ടിയുടെ ഒരു ലുക്ക്. അതെ. ആപ്പിൾ കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് സപ്പോർട്ട്. പിന്നെ സ്പീക്കേഴ്സും വന്നിട്ടുണ്ട്.
അത് ഷോറൂമിൽ നിന്ന് ഈ ഒരു പ്രൈസിൽ വണ്ടി ഇറക്കുമ്പോൾ തന്നെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഷോറൂമിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ടോ? എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഗൾഫിൽ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഷോറൂം ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവറും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇനിയെല്ലാം ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ. സ്റ്റിയറിംഗ് സാധാരണ ഇപ്പം മറ്റ് ബ്രാൻഡുകളിലെല്ലാം എനിക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല, ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഇത് ബേസിൽ തന്നെ ഏതാണ് ഇതിന്റെ ഓപ്ഷൻ? ഏതാണ്? HS2 ആണ്. HS2 അല്ലേ? അതായത് വെന്യൂല് എനിക്ക് തോന്നുന്നു ഒരു 8-9 ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. 9.5 ലക്ഷം രൂപ മുതൽ പെട്രോൾ, ഡീസൽ ആകുമ്പോൾ അത് 11.5, അങ്ങനെ 25 അങ്ങനെ എന്തോ വരുന്നുണ്ട്. 19 lakhs വരെ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് കൂടും. നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ സൺറൂഫ്, പിന്നെ ഓട്ടോമാറ്റിക് സീറ്റ് കൺട്രോൾ, അങ്ങനെ കുറെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും ഇതിൽ വരുന്നില്ലല്ലോ? ഇല്ല, പുഷ് ബട്ടൺ വരുന്നില്ല. നമുക്ക് സാധാ, അതായത് ഒരാ വ്യക്തിക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ വണ്ടി വരുമ്പോൾ തന്നെ. പ്രത്യേകിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. മിറർ ഫോൾഡബിൾ വരുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൾഡബിൾ വരുന്നില്ല. ശരിക്കും വണ്ടിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ മിറർ ഫോൾഡിങ് ആവശ്യമില്ല, സൺറൂഫ് ആവശ്യമില്ല. കാരണം ഈ സൺറൂഫ് എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവുമ്പം ചില കുട്ടികളെല്ലാം ട്രിപ്പൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കൂ സൺറൂഫ്. അല്ലാണ്ട് ഇപ്പൊ ഒരു 1 year നമ്മ ഒരു പുതിയ വാഹനം സൺറൂഫിൽ എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 1-2 പ്രാവശ്യം മാത്രമേ നമ്മൾ സൺറൂഫ് ഉപയോഗിക്കൂ. അതിലൊരു ഫാൻസി ടൈപ്പ് ഒരു ഫീച്ചേഴ്സ് ആണ്. പിന്നെ കുറച്ചും കൂടെ അഡാസിന്റെ ഫീച്ചേഴ്സ് ഒന്നും നമ്മളെ ഇന്ത്യൻ റോഡിൽ അത് പറ്റിയതല്ല. അതെ. ഇതിനെല്ലാം ടോപ്പ് എൻഡ് വേരിയന്റിനൊക്കെ അഡാസ് ലെവൽ 2 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓരോരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. അവർക്ക് അത് അത്രയും ഫീച്ചേഴ്സ് വേണമെന്നുള്ളവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്കെല്ലാം ആണെങ്കിൽ എനിക്ക് ഈ ഫീച്ചേഴ്സ് മതി. അതായത് ഞാനും പ്രിഫർ ചെയ്യുന്ന അങ്ങനെയാണ്. നമുക്കൊരു മ്യൂസിക് കേൾക്കണം, 4 സ്പീക്കർ വേണം, ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വേണം, റിവേഴ്സ് ക്യാമറ ഉണ്ട് അതിൽ. റിവേഴ്സ് ക്യാമറ ചെയ്യണം, എക്സ്ട്രാ ചെയ്യേണ്ട. അതില്ല, അത് മാത്രമാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട്. പിന്നെ സെൻസർ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, റിമോട്ട് വരുന്നുണ്ട്. അത്യാവശ്യ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ വെക്കാനുള്ള പ്രത്യേകതര ഇത് വെച്ചിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ വയർലെസ് ചാർജർ വരുന്നില്ല. അത് പിന്നെ 12 വോൾട്ട് ഇത് ചാർജിങ് USB ആണ് വരുന്നത്. അത് C ടൈപ്പ് ചാർജറാണ് വരുന്നത്. ബേസ് ഓപ്ഷനിൽ തന്നെ നമുക്ക് മറ്റ് ബ്രാൻഡുകളിൽ കിട്ടാത്ത ഓപ്ഷനുകൾ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ എല്ലാം ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ AC വന്ന് അതിൽ തന്നെ നമുക്ക് ചാർജർ പോർട്ട്. റിയർ AC വന്നിട്ടുണ്ട് അതിൽ. റിയർ AC ഉണ്ടല്ലോ ഇതിൽ. നേരത്തെ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് റിയർ AC ഇതിൽ ബേസിൽ തന്നെ വരുന്നുണ്ട്. അതിൽ തന്നെ ചാർജ് പോർട്ടും കൊടുത്തിട്ടുണ്ട് അവര്. 12 വോൾട്ടിന്റെ C ടൈപ്പ് ആയിരിക്കും അല്ലേ? C ടൈപ്പ്. സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വെച്ചാൽ ഡിഫൻഡറിന്റെ ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വളരെ പ്രത്യേകതയുള്ള ഹുണ്ടായിന്റെ ഏത് വണ്ടിക്ക് ഇപ്പം കാണുന്നില്ല. വെർണക്ക് ഉണ്ട് തോന്നുന്നു. പിന്നെ ക്രെറ്റക്കൊന്നും വന്നിട്ട് അതിന് അടുത്ത ഫേസ് ലിഫ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിഫൻഡറിന്റെ എല്ലാ ഒരു ലുക്കുള്ള ഒരു, പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്, സ്മൂത്താണ്. ഇതിന്റെ മാരുതിനേക്കാളും എനിക്ക് തോന്നുന്നു ബെറ്റർ സ്റ്റിയറിംഗ് കംഫർട്ട് ഉള്ളത് മറ്റേ ഹുണ്ടായിന്റെ വണ്ടിക്കാണ്. അതെ, സ്റ്റിയറിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയത്? 1800. അത്രേ ഓടിയിട്ടുള്ളൂ. എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചെങ്കിൽ നമ്മള് ബാക്ക് റിയർ സൈഡ് ലെഗ് റൂം കുറവാണ്. ഇപ്പം കാല് നീട്ടിയിട്ടിരിക്കേണ്ട ഒരു കംഫർട്ട് കിട്ടുന്നില്ല. ബാക്കിലിരിക്കുന്നത് ലേഡീസിന് അത് ഫാമിലി ആയിട്ട് പോകുമ്പോ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ സാധാരണ ഇപ്പം മറ്റ് ബ്രാൻഡുകളെല്ലാം ഡീസൽ ഇറക്കുന്ന പൊതുവെ കുറച്ചിട്ടാന്നില്ല. ഇപ്പം മാരുതി സുസുക്കി എല്ലാം ഡീസൽ മാറ്റി EV-യിലേക്ക് തന്നെ വരലായി. പിന്നെ CNG ഇറക്കുന്നുണ്ട്. പക്ഷേ ഡീസലിന് എന്തെങ്കിലും ഡീസൽ ഇതുപോലുള്ള വാഹനം ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്രോക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്? ഇപ്പൊ പണ്ടൊക്കെ പറയല് ഡീസൽ വണ്ടി മാരുതി സുസുക്കി ഉപയോഗിക്കുന്നവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് എന്നെല്ലാം പറയുന്നത്. അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട് അങ്ങ് തോന്നിട്ട് ഞാൻ ഒരു ഫാമിലി ആയിട്ട് പറഞ്ഞിട്ട്. ഇതിന്റെ ഒരു സൗണ്ട് ഉണ്ട്. പക്ഷെ ഒരു പെട്രോൾ നോക്കുമ്പോൾ നമുക്ക് സൗണ്ട് കുറവാണ്. ഡീസലിന് കുറച്ച് ഒരു സൗണ്ട് കുറച്ച് കൂടുതൽ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. AC ഇട്ടിട്ട് പോകുമ്പോ ആ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്, പക്ഷെ ഒരു രസമുണ്ട്. അതാണ് ആ ഒരു ക്രൈസിലുകൊണ്ടാണ് ഡീസൽ എടുക്കാൻ. ആ ഒരു റൈസാക്കി പോകുമ്പോഴുള്ള ഒരു സൗണ്ട് കേൾക്കാൻ ഒരു രസമുണ്ട്.
പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് ഒരു നമ്മ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബേസ് ഓപ്ഷൻ ഇല്ല, അത് എക്സ്ട്രാ ചെയ്യണം. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് ചെറുത്. ചില കൺജസ്റ്റഡ് ഏരിയയിലെല്ലാം പോകുമ്പോൾ നമുക്ക് തിരിക്കുമ്പോ ഒക്കെ സൈഡ് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചിട്ട് പുതിയ വാഹനം വെന്യൂ എടുക്കാൻ പോകുന്നവർക്കെല്ലാം ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വണ്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്, യൂസർ റിവ്യൂ ആണ്. അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ യൂസർ ഫ്രീ ഉണ്ടാവില്ല. ഈ ബ്രോ തന്നെ 2-3 ദിവസമായി ഞാൻ വിളിക്കുന്നത്. ഗൾഫിൽ നിന്ന് വന്ന ചെറിയ ടൈമിൽ വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നൊരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ഒരു വർഷമെല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഓടുമ്പോൾ നമുക്കൊന്നും കൂടെ ഇടാം. ഇപ്പം വെന്യൂവിനെ കുറിച്ചിട്ട് എന്താണ് വെന്യൂ എന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണ്. ഇതുപോലുള്ള കുറേ യൂസർ റിവ്യൂ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളെ ഹുണ്ടായിൻ്റെ വണ്ടിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വെന്യൂ പുതിയ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴയ വെന്യൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.